നമസ്കാരം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിളാവിഷനിലേക്ക് സ്വാഗതം. മലയാള സർവകലാശാലയിലെ ജാതി വിവേചനം സ്വതന്ത്ര അന്വേഷണം വേണം. റസാഖ് പാലേരി. ജാതി വിവേചനം നേരിടുന്ന ഗവേഷക വിദ്യാർത്ഥിനി അനഘ ശശിയെ സന്ദർശിച്ച് അദ്ദേഹം ഐക്യദാർഢ്യം അറിയിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനി അനഘ ശശി കഴിഞ്ഞ 2.5 വർഷമായി നേരിടുന്നതായി പരാതിപ്പെട്ടിരിക്കുന്ന ജാതീയവും അക്കാദമികവുമായ വിവേചനങ്ങളിൽ അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി കുറ്റം തെളിയിക്കുന്ന പക്ഷം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. ജാതി വിവേചനം നേരിടുന്നതായി പരാതി നൽകിയ അനഘ ശശിയെ സന്ദർശിച്ച് ഐക്യദാർഢ്യം അറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണ സഹായങ്ങൾ നിഷേധിച്ചതായും മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും ഫെലോഷിപ്പ് ലഭിച്ചത് ജാതിയുടെ പേരിലാണെന്ന് പറഞ്ഞ് അപമാനിച്ചതായും അനഘ ശശി പരാതിപ്പെട്ടിട്ടുണ്ട്. ലാബുകളും ഉപകരണങ്ങളും വൃത്തിയാക്കുക, വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകൾ തുടച്ചുവെക്കുക, തൂപ്പുജോലികൾ ചെയ്യുക തുടങ്ങിയ ജോലികൾ ഗവേഷക വിദ്യാർത്ഥിയെ കൊണ്ട് ചെയ്യിച്ചതായുള്ള ആരോപണങ്ങളും ഗൗരവമായി അന്വേഷിക്കണം. പരിസ്ഥിതി പഠന വിഭാഗം ഡയറക്ടർ ഡോക്ടർ അരുൺ ബാബു, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൈനി വർഗീസ് എന്നിവർക്കെതിരെ വിദ്യാർത്ഥിനി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലും സമഗ്ര അന്വേഷണം ആവശ്യമാണ്. ഹോസ്റ്റൽ റൂംമേറ്റായ SFI നേതാവിൽ നിന്ന് അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായതായും വിദ്യാർത്ഥിനി ആരോപിക്കുന്നുണ്ട്. താൻ നേരിട്ടതായി പറയുന്ന ജാതീയ പീഡനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതിന് പിന്നാലെ വിദ്യാർത്ഥിനിയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പരാതിയുടെ ഗൗരവം ഇല്ലാതാക്കാൻ ശ്രമിച്ചതായും ആരോപണവും പരിശോധിക്കണം. അനഘയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും അനഘയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ അക്കാദമികമായ പ്രതികാര നടപടി സ്വീകരിക്കാൻ ശ്രമിച്ചതായുള്ള പരാതിയിലും അന്വേഷണം വേണം. മുൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയും ഗൗരവമായി അന്വേഷിക്കണം. ഏറ്റവും ഒടുവിൽ പുതിയ സർക്കാരിന് പരാതി നൽകിയപ്പോൾ തുടക്കം മുതൽ വിദ്യാർത്ഥിനിയുടെ പരാതികൾ കൈകാര്യം ചെയ്തതിൽ ആരോപണങ്ങൾ നേരിടുന്ന സർവകലാശാല രജിസ്ട്രാറെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് അന്വേഷണത്തിൻ്റെ നിഷ്പക്ഷതയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ്. പരാതിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ ആരോപണ വിധേയനായ പങ്കുള്ളവരെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ വിരുദ്ധമാണ്. അനഘ ശശി ഉന്നയിച്ച ജാതീയ അധിക്ഷേപം, മാനസിക പീഡനം, അക്കാദമിക വിവേചനം, റാഗിംഗ് ഭീഷണി തുടങ്ങിയ പരാതികൾ സ്വതന്ത്രവും സമയബന്ധിതവുമായി അന്വേഷണം നടത്തണം. കുറ്റം തെളിയുന്ന പക്ഷം പട്ടികജാതി പട്ടികവർഗ നിയമം ഉൾപ്പെടെയുള്ള ബാധകമായ നിയമങ്ങൾ പ്രകാരം കർശന നടപടി സ്വീകരിക്കണം. സർവകലാശാല രജിസ്ട്രാറെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഉന്നത തല അല്ലെങ്കിൽ ജുഡീഷ്യൽ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. 2.5 വർഷമായി നീളുന്ന അനിശ്ചിതത്വം അവസാനിപ്പിച്ച് അനഘയുടെ സ്ഥിരം ഗൈഡിനെയും ഗവേഷക വിഷയത്തെയും അടിസ്ഥാനമാക്കി ഔദ്യോഗികമായി അംഗീകരിക്കണം. ഡോക്ടറൽ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർത്ത് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ലാബ്, ലൈബ്രറി, മറ്റ് അക്കാദമിക സൗകര്യങ്ങൾ യാതൊരു തടസ്സവും വിവേചനവും കൂടാതെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സന്ദർശനത്തിൽ ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിമംഗലം, തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട്, സെക്രട്ടറി അഷറഫ് അലി, അഫ്സൽ, നവാസ്, നാസർ വെട്ടം, സലീം പറവണ്ണ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് നിളാവിഷൻ, പറവണ്ണ.